ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഈ ഒരു സെറ്റപ്പ് വ്യത്യാസം എന്തിനാണ് എന്ന്. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് കമ്പ്യൂട്ടറിൽ ഒരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട്. അതായത് എൻ്റെ വീഡിയോകളിലുള്ള തമ്പനെയിലുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അതായത് എൻ്റെ ഫോട്ടോ ഉണ്ടാവും, ബാക്ക്ഗ്രൗണ്ട് വേറെ ആയിരിക്കും, അതായത് ബാക്ക്ഗ്രൗണ്ട് ഇമേജുകളൊക്കെ മാറ്റിയിട്ടായിരിക്കും തമ്പനെയിൽസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറേ അധികം ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ തമ്പനെയിൽസ് ഉണ്ടാക്കുന്നത്. ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്, പക്ഷേ കൃത്യമായിട്ട് റിമൂവ് ആവുന്നില്ല. അതിനെ പറ്റിയ നല്ല ആപ്ലിക്കേഷനുകളുണ്ടോ, സോഫ്റ്റ്വെയറുകളുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടായി. ഇതിന് ആപ്ലിക്കേഷൻ്റെയോ സോഫ്റ്റ്വെയറിൻ്റെയോ ഒന്നും ആവശ്യമില്ല. ഞാൻ നിസ്സാരം എളുപ്പമായിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ Wondershare എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്നും വന്നിരിക്കുന്ന PixCut എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റാണ്. നമുക്കറിയാലോ Wondershare എന്ന് പറഞ്ഞ കമ്പനി തന്നെ ഫിലിമോറ പോലത്തെ നല്ല നല്ല വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. ഇതൊരു സോഫ്റ്റ്വെയർ അല്ല, മറിച്ച് ജസ്റ്റ് ഒരു വെബ്സൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയോ ഇൻസ്റ്റാൾ ചെയ്യുകയോ നിങ്ങളുടെ കമ്പ്യൂട്ടർ എത്ര സ്ലോ ആയിക്കോട്ടെ ഒരു കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് സുഖമായിട്ട് ബാക്ക്ഗ്രൗണ്ട് ഇമേജുകൾ റിമൂവ് ചെയ്യാൻ പറ്റും. ഇനി കമ്പ്യൂട്ടറിൽ മാത്രമല്ല, ഫോണിലാണെങ്കിലും നിങ്ങൾക്ക് ജസ്റ്റ് ബ്രൗസർ ഓപ്പൺ ചെയ്ത് ഈ ഒരു വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ആയാലും ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്യുന്നത്, ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണുള്ളത് എന്നുള്ളതിൻ്റെ ഒരു കുട്ടി ട്യൂട്ടോറിയലാണ് ഈ ഒരു വീഡിയോ. ഇതാണ് നമ്മുടെ PixCutൻ്റെ വെബ്സൈറ്റ്. അപ്പോൾ ഇനിഷ്യലി ഈ വെബ്സൈറ്റിൽ കയറുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ റിമൂവ് ഇമേജ് ബാക്ക്ഗ്രൗണ്ട് ഫോർ ഫ്രീ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തന്നെയാണ് നമ്മൾ ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ AI-ൻ്റെ സഹായത്തോടു കൂടിയാണ്. അതായത് ഇവരുടെ സെർവറിൽ കുറച്ച് AI കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇമേജ് ഈ ഒരു വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് AI ബാക്ക്ഗ്രൗണ്ട് ഒക്കെ റിമൂവ് ചെയ്തിട്ടുള്ള PNG ഫയലായിരിക്കും നമുക്ക് തരാനായിട്ട് പോകുന്നത്. ആ ഒരു PNG ഫയൽ ഉപയോഗിച്ച് നമുക്ക് സുഖമായിട്ട് തമ്പനെയിലുകൾ ക്രിയേറ്റ് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ടുകൾ മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് വളരെ എളുപ്പമായിട്ട് ജസ്റ്റ് ഇവിടെ അപ്ലോഡ് ഇമേജ് എന്ന് ആ ഒരു നീല ബട്ടൺ കാണുന്നുണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഈ ഒരു അപ്ലോഡ് ഇമേജ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന കുറേയധികം ഫോട്ടോസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഫോട്ടോസിൽ നിന്നും ഏതെങ്കിലും ഒരു ഫോട്ടോ, ഇപ്പോൾ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണം എന്ന് തോന്നുന്ന ഒരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്യാനായിട്ട് പോകുവാണ്. അപ്പോൾ ഈ ഒരു ഫോട്ടോൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് എനിക്ക് റിമൂവ് ചെയ്യേണ്ടത്. അത് സെലക്ട് ചെയ്ത് ജസ്റ്റ് ഓപ്പൺ എന്ന് കൊടുത്തു. അപ്പോൾ അത്യാവശ്യം DSLR എടുത്ത ഫോട്ടോ ആയതുകൊണ്ട് തന്നെ കുറച്ച് MB കൂടുതലാണ്, ഏകദേശം 10-20 MB ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യം അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫയലൊക്കെ ചെറുതാണെങ്കിൽ നിങ്ങളുടെ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ച് അപ്ലോഡ് ആവും. എന്തായാലും ഇത് അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇമേജ് അപ്ലോഡ് ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും ഒറിജിനൽ ഇമേജ്, അഥവാ ഒറിജിനൽ എന്ന് ഇവിടെ ഒറിജിനൽ ഇമേജ് എഴുതിയിട്ടുണ്ട്. തൊട്ട് സൈഡിലായിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഇമേജും കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി ഇതിൽ 2 ഡൗൺലോഡ് ഓപ്ഷൻസ് ഉണ്ട്. ഡൗൺലോഡ് ഫ്രീയും ഉണ്ട്, ഡൗൺലോഡ് HD ഉണ്ട്. അപ്പോൾ ഡൗൺലോഡ് ഫ്രീ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയിലായിരിക്കും. അതായത് 666x374 പിക്സൽസ് ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എത്ര 0.25 മെഗാ പിക്സൽസ്. അപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ആ ഫോട്ടോ അനുസരിച്ച് ഈ ഒരു ക്വാളിറ്റീൻ്റെ വ്യത്യാസം ഉണ്ടാവും. സോ ഫ്രീ ആയിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ആയിരിക്കും. പക്ഷേ ഈ ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് SD ആയതുകൊണ്ട് തന്നെ നിങ്ങൾ യൂട്യൂബിൽ തംബ്നെയിൽസിന് വേണ്ടി യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. ഇനി അഥവാ നിങ്ങൾക്ക് HD-യിൽ ഹൈ ഡെഫിനിഷനിൽ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നിസ്സാരമായിട്ടുള്ള പ്രൈസിങ്ങിൽ നിങ്ങൾക്ക് ഇതിൽ സബ്സ്ക്രിപ്ഷൻ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ എനിക്ക് എന്തായാലും സബ്സ്ക്രിപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഡൗൺലോഡ് HD കൊടുക്കുവാണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ഡൗൺലോഡ് കാണാം. അപ്പോൾ ഡൗൺലോഡ് കോസ്റ്റ് 1 ക്രെഡിറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. ഈ ഒരു ഫയലാണ്. ജസ്റ്റ് ഞാൻ ഓക്കെ കൊടുക്കുവാണെങ്കിൽ കണ്ടില്ലേ, നമ്മുടെ ഇമേജ് കൃത്യമായിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത്ര എളുപ്പത്തിൽ നമുക്ക് AI-ൻ്റെ സഹായത്തിൽ നമ്മൾ മാനുവലായിട്ട് ഒരു കാര്യവും തന്നെ സെലക്ട് ചെയ്തില്ല, ജസ്റ്റ് ഇമേജ് അപ്ലോഡ് ചെയ്ത് മാത്രമാണ് കൊടുത്തത്. കൃത്യമായിട്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ കട്ട് ചെയ്ത് നമ്മൾക്കൊരു PNG ഫയലാണ് വന്നിരിക്കുന്നത്. ഇനി ഈ ഒരു PNG ഫയലിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എനിക്ക് വേറെ എന്ത് ഇമേജ് വേണമെങ്കിലും ഇട്ടിട്ട് കിടിലനായിട്ട് തംബ്നെയിൽസ് ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ ചേട്ടാ, ഞാൻ ഈ വെബ്സൈറ്റിൽ ഇമേജ് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്, എന്തെങ്കിലും സെക്യൂരിറ്റി ഇഷ്യൂസോ സേഫ്റ്റി ഇഷ്യൂസോ എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, ഡു നോട്ട് ഫോർഗെറ്റ് ടു ഡൗൺലോഡ് യുവർ ഫയൽസ്, ദേ വിൽ ബി ഡിസ്കാർഡഡ് ഓട്ടോമാറ്റിക്കലി ആഫ്റ്റർ 1 hour. അപ്പോൾ 1 മണിക്കൂറത്തേക്ക് മാത്രമായിരിക്കും നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു ഫയൽ അവിടെ സേവ് ചെയ്ത് വെക്കുന്നത്. 1 മണിക്കൂറിന് ശേഷം ഓട്ടോമാറ്റിക്കലി സെർവറിൽ നിന്ന് ഡിലീറ്റ് ആയി പോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് കുറച്ച് പ്ലെയിൻ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. നമുക്ക് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഇമേജ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ അപ്ലോഡ് ഇമേജ് ക്ലിക്ക് ചെയ്യുവാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇമേജ് വേറൊരു ഫോൾഡറിലുണ്ടല്ലോ. എവിടെയാണ് ഫോൾഡർ? യെസ്. അപ്പോൾ ഞാൻ കോംപ്ലിക്കേറ്റഡ് ആയിട്ട്, അതായത് ബാക്ക്ഗ്രൗണ്ടിൽ കുറേ പുല്ലും ചെടിയൊക്കെ ഉള്ള ഒരു ഇമേജ്, ഈ ഒരു ഇമേജാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഇനി ഇതിൽ എങ്ങനെയാണ് എന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് റിമൂവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. സോ കുറച്ച് ഡിസ്റ്റർബൻസ് ഉള്ള ബാക്ക്ഗ്രൗണ്ടിലും AI ആണ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുവാണ്.
ഓക്കെ, അപ്ലോഡായി കഴിഞ്ഞ ഉടനെ തന്നെ ഇതേ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിരിക്കുന്ന ആ ഒരു ഫോട്ടോ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനൊന്ന് ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഡൗൺലോഡ് HD കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. യെസ്, അപ്പോൾ ഈ ഒരു ഇമേജിലും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഇരുന്ന ഇമേജിൽ പോലും നമ്മളെ കൃത്യമായിട്ട് കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ് ഈ ഒരു വണ്ടർഷെയറിൻ്റെ PixCut എന്ന് പറഞ്ഞ ഈ ഒരു വെബ്സൈറ്റ്. അതുകൊണ്ട് തന്നെ വളരെ റിലയബിൾ ആണ്. ഞാൻ ഒന്നും തന്നെ ഇതിൽ സെലക്ട് ചെയ്ത് കൊടുത്തില്ല, ജസ്റ്റ് അപ്ലോഡ് ചെയ്ത ഉടനെ തന്നെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റി. ഇനി ഡൗൺലോഡ് ഫ്രീ കൊടുത്തു കഴിഞ്ഞാൽ ക്വാളിറ്റി എങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഡൗൺലോഡ് ഫ്രീ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സൈസിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ യൂട്യൂബിലൊക്കെ തംബ്നെയിൽസ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സൈസിലായിരിക്കും തംബ്നെയിൽ എല്ലാവരും കാണുന്നത്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റി ഡിഫറൻസ് ഒന്നും ആരും നോട്ടീസ് ചെയ്യാനായിട്ട് പോകുന്നില്ല. HD ക്വാളിറ്റി വേണമെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ എടുത്താലും മതി. ഇനി നമുക്ക് ഇതിനകത്ത് വേറെയും കുറേ അധികം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ പ്രൈസിങ്ങിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ എത്രയാണ് പ്രൈസിങ്? ഫ്രീ അക്കൗണ്ടിൽ നമുക്ക് എന്താണുള്ളത്? അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയിൽ മാത്രമേ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് എൻലാർജ് ചെയ്യാൻ പറ്റും, പിന്നെ വാട്ടർ മാർക്ക് കളയാൻ പറ്റും. ആ ഫീച്ചേഴ്സൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും ഇയർലി പ്ലാന്, മന്ത്ലി പ്ലാന് എന്നിങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അത്ര അധികം യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മാത്രം എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ വെബ്സൈറ്റിൽ മറ്റെന്തൊക്കെ ഫീച്ചേഴ്സാണ് ഉള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ റിമൂവ് ഇമേജ് അല്ലാണ്ട് താഴെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ PixCut ഫാമിലിയിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. റിമൂവ് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കണ്ടതാണ്. പിന്നെ നമുക്ക് ബൾക്ക് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്നുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് കുറേ അധികം ഫയലുകളുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ ഒരു ഫയലല്ല അപ്ലോഡ് ചെയ്ത്, ഇപ്പോൾ 30 ഫയൽ വരെയൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ബൾക്ക് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുവാണെങ്കിൽ അതിൽ 30 ഫയലൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുമിച്ച് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ അത് എനിക്ക് തോന്നുന്നു കുറച്ച് പ്രീമിയം ആയിട്ടുള്ള ഫീച്ചറാണ്. അതിന് നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ടി വരും. ഇനി അടുത്ത റിമൂവ് വാട്ടർ മാർക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് വാട്ടർ മാർക്കിന് മാത്രമല്ല, നമുക്ക് എന്തെങ്കിലും ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ നമ്മുടെ ഫോട്ടോസിലുണ്ട്, അത് റിമൂവ് ചെയ്ത് കളയണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ട്രൈ ഇറ്റ് നൗ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഇവിടെ ഇമേജ് അപ്ലോഡ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഞാൻ അപ്ലോഡ് ഇമേജ് കൊടുക്കുവാണ്. ഓക്കെ, റിമൂവ് ഒബ്ജക്ട്സ് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഈ ഒരു ഇമേജാണ് ചൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഇമേജിൽ എനിക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ചെടിച്ചട്ടി ഇരിപ്പുണ്ട്. ഇപ്പോൾ 4 മെഗാ പിക്സൽ, ഒക്കെ 20 മെഗാ പിക്സലിൻ്റെ ഫോട്ടോയാണ്. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഈ ചെടിച്ചട്ടി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഈ ചെടിച്ചട്ടി എനിക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതേ ഞാനിവിടെ ബ്രഷിൻ്റെ സൈസ് ഒന്ന് കൂട്ടി കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ ചെടിച്ചട്ടീനെ മാത്രം ഈ ഒരു ബ്രഷ് വെച്ചിട്ടൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുവാണ്. നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു ചെടിച്ചട്ടീനെ മാത്രം ഒന്ന് നിങ്ങൾക്ക് റിമൂവ് ചെയ്യേണ്ട സാധനത്തിനൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ റിമൂവ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ നമുക്ക് റിമൂവിങ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന ആ ഒരു ചെടിച്ചട്ടി അങ്ങനെ തന്നെ മുഴുവനായിട്ട് റിമൂവ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വണ്ടർഷെയറിൻ്റെ ഒരു വാട്ടർ മാർക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് 2 ക്രെഡിറ്റ് കൊടുക്കേണ്ടി വരുന്നുണ്ട് ഈ ഒരു കാര്യം ഡൗൺലോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിത് കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റും എത്ര എളുപ്പത്തിലാണ് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലുണ്ടായ ആ ഒരു ചെടിച്ചട്ടി റിമൂവ് ആയത് എന്നുള്ളത്. ഇനി ചെടിച്ചട്ടി റിമൂവ് ചെയ്യാനായിട്ട് മാത്രമല്ല, ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും വാട്ടർ മാർക്കുകളുണ്ട് ഈ ഒരു ഇമേജിൽ എന്നുണ്ടെങ്കിൽ ആ ഒരു വാട്ടർ മാർക്കിനെ ജസ്റ്റ് ഒന്ന് റിമൂവ് ആ ഒരു ബ്രഷ് വെച്ച് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വാട്ടർ മാർക്ക് റിമൂവ് ആയി കിട്ടുന്നതാണ്. ഇനി 4ാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് എൻലാർജ് ഇമേജ് ആണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്, ആ ഒരു ഫോട്ടോയിലെ പെർട്ടിക്കുലർ സെക്ഷൻ മാത്രം വലുതാക്കണം. പക്ഷേ സാധാരണ നമ്മൾ സൂം ഇൻ ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത്, ക്വാളിറ്റി ലോസ് വരും. അപ്പോൾ ഇവിടെ ക്വാളിറ്റി ലോസ് ഇല്ലാതെ നമുക്ക് AI ഉപയോഗിച്ച് നമുക്ക് ലോസ് ആവുന്ന പിക്സലുകൾ ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ ഒരു എൻലാർജ് ഇമേജ്. അപ്പോൾ എന്തായാലും നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ കാണാനായിട്ട് പറ്റും എൻലാർജ് യുവർ ഇമേജ് വിത്തൗട്ട് ലോസിങ് ക്വാളിറ്റി, സൂം യുവർ ഫോട്ടോസ് ടു 400% വൈൽ മെയിൻറ്റെയിനിങ് ദ ഹയസ്റ്റ് റെസൊല്യൂഷൻ ഓർ ഹൈ റെസൊല്യൂഷൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തായാലും ഒരു ഫോട്ടോയിലെ കണ്ണിനെയാണ് സൂം ചെയ്തിരിക്കുന്നത്. നമുക്കും ആ ഒരു കാര്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ആ ഒരു നീല കളർ അപ്ലോഡ് ഇമേജ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇപ്പോൾ എൻ്റെ ഫോട്ടോ ഇതിനകത്താണുള്ളത്. അപ്പോൾ ഇതിനകത്തുനിന്ന് ഒരു ഫോട്ടോ ഞാൻ ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോട്ടോ ആണ്, ഓപ്പൺ കൊടുക്കുവാണ്. അപ്ലോഡ് ആയി കഴിഞ്ഞു. ഇനി എന്താണ് ചെയ്യുന്നത്, ഓക്കെ ഒറിജിൻ എൻലാർജ്ഡ് എന്ന് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒറിജിനൽ ഇമേജ് നമുക്ക് ലെഫ്റ്റ് സൈഡിലുണ്ട്, എൻലാർജ് ചെയ്ത ഇമേജ് റൈറ്റ് സൈഡിലുണ്ട്. അപ്പോൾ ഈ ഒരു മൗസ് ഞാൻ ഹോവർ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്താണ് എൻലാർജ് ചെയ്തതെന്ന് കൃത്യമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ കണ്ണിൻ്റെ അവിടെ നോക്കുവാണെങ്കിൽ ഒറിജിനൽ ഇമേജിലുള്ള ആ ഒരു കണ്ണിലേക്ക് നോക്കുക, ആ ഒരു കണ്ണിൻ്റെ ക്വാളിറ്റിയിലേക്ക് നോക്കുക. എൻലാർജ് ചെയ്ത ഇമേജിൽ ആ ഒരു കണ്ണിൻ്റെ ക്വാളിറ്റി നോക്കുക, എത്രത്തോളമാണ് ക്ലിയർ ആയിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്കൊന്ന് വിശദമായിട്ട് പരിശോധിക്കാം. അപ്പോൾ ഡൗൺലോഡ് വിത്തൗട്ട് വാട്ടർ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സേവ് ഫയൽ കൊടുക്കുവാണ് ഞാൻ. അപ്പോൾ ഈ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ നമുക്ക് ഒറിജിനൽ ഇമേജിൻ്റെയും എൻലാർജ് ചെയ്ത ഇമേജിൻ്റെയും ഡീറ്റെയിലിങ്ങിൽ എത്രത്തോളം വ്യത്യാസമുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എന്തായാലും ഞാൻ കണ്ണിൻ്റെ അവിടേക്ക് ഒന്ന് സൂം ചെയ്യുവാണ്. ഇതാണ് നമ്മൾ ഒറിജിനൽ അപ്ലോഡ് ചെയ്ത ഇമേജ്. അപ്പോൾ കണ്ണിൻ്റെ അവിടെ സൂം ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു ഡീറ്റെയിലിംഗ് ആണ് കണ്ണിൻ്റെ അവിടെ സൂം ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇനി നമ്മൾ എൻലാർജ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത ആ ഒരു ഇമേജിലുള്ള ഡീറ്റെയിലിംഗ് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ സൂം ഇൻ ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും, ഇതാണ് നമ്മുടെ മറ്റേ ഇമേജ്, ഒറിജിനൽ ഇമേജ്. ഇത് ഒറിജിനൽ ഇമേജ്, ഇത് എൻലാർജ് ചെയ്ത ഇമേജ്. നോക്ക്, രണ്ടെണ്ണത്തിലുമുള്ള ആ ഒരു ഡീറ്റെയിലിങ്ങിൻ്റെ വ്യത്യാസം എന്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നോക്കുക, അപ്പോൾ ഈ വന്നിരിക്കുന്ന ഡീറ്റെയിലിംഗ് എല്ലാം AI ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് ഒറിജിനലി അപ്ലോഡ് ചെയ്ത ഫോട്ടോയിൻ്റെ ബിറ്റ്സ് ആൻഡ് പീസസ് വെച്ചിട്ട് AI വഴിയാണ് ഈ ഒരു കാര്യങ്ങളുടെ ഡീറ്റെയിൽ എല്ലാം റിക്കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ക്വാളിറ്റി കുറഞ്ഞ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ച് ആ ഒരു ക്വാളിറ്റിനെ തിരിച്ച് കൊണ്ടുവരാനായിട്ട് പറ്റും. കുറേയധികം ഡീറ്റെയിലിംഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തിരിച്ച് സുഖമായിട്ട് ഈ ഒരു വെബ്സൈറ്റിലൂടെ കൊണ്ടുവരാനായിട്ട് പറ്റും. ഇനി ഇതൊരു വെബ്സൈറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഫോണിലൂടെയും നിങ്ങൾക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് അഡീഷണൽ ആയിട്ട് നമുക്ക് PixCutൽ മൊത്തം വരുന്നത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ പറ്റും, ബൾക്കായിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം, വാട്ടർ മാർക്കുകൾ അല്ലെങ്കിൽ ഒബ്ജക്ട്സ് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും, ഇമേജുകൾ എൻലാർജ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇപ്പോൾ മനസ്സിലായില്ലേ എങ്ങനെയാണ് എൻ്റെ വീഡിയോസിൽ ഇപ്പോൾ ഞാൻ തംബ്നെയിലിൽ ഫോട്ടോ ഷൂട്ട് ചെയ്യുവാണെങ്കിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള ഇമേജ് വളരെ എളുപ്പത്തിൽ ഒരു സോഫ്റ്റ്വെയറിനെ സഹായമില്ലാതെ ഫ്രീ ആയിട്ട് ചെയ്യുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഹൈ ഡെഫിനിഷൻ ക്വാളിറ്റിയുള്ള സാധനങ്ങളൊക്കെ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പ്രൈസിങ് കൊടുത്തിട്ടുണ്ട്, സബ്സ്ക്രിപ്ഷൻ എടുക്കാവുന്നതാണ്. എന്തായാലും PixCut.wondershare.com ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവായിട്ട് തോന്നിയെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ചെക്ക് ചെയ്യാനും, പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും, ട്വിറ്ററിൽ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.